ചലച്ചിത്ര താരം ബാലയും അദ്ദേഹത്തിന്റെ മുൻ ഭാര്യയായ എലിസബത്ത് ഉദയനും തമ്മിൽ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും നടക്കാൻ തുടങ്ങിയിട്ട് കുറച്ചധികം നാളുകളായി. ഇപ്പോഴിതാ യൂട്യൂബർ അജു അലക്സിയോട് എലിസബത്ത് മാപ്പ് പറയുന്നതിന്റെ വീഡിയോ പങ്കുവെച്ചുകൊണ്ട് വീണ്ടും പ്രതികരണങ്ങളുമായി എത്തുകയാണ് ബാല. സത്യം തന്നോടൊപ്പം ഉള്ളതുകൊണ്ട് എന്നും തല ഉയർത്തിപ്പിടിച്ച് തന്നെ നിൽക്കുമെന്നാണ് ബാല പറയുന്നത്. കഴിഞ്ഞ നവംബറിൽ തന്റെ സ്വത്ത് വിവരങ്ങൾ പുറത്തു വന്നതിന് ശേഷമാണ് തനിക്കെതിരെയുള്ള നീക്കം തുടങ്ങിയതെന്നും ഇതിന്റെ എല്ലാം നേതാവ് ആരാണെന്ന് പ്രേക്ഷകർക്ക് ആലോചിച്ചാൽ മനസ്സിലാകുമെന്നുമാണ് ബാല പറയുന്നത്. കുറച്ചു നാളുകൾക്ക് മുൻപ് ചെകുത്താൻ എന്നറിയപ്പെടുന്ന യൂട്യൂബർ അജു അലക്സിന്റെ വീട്ടിൽ തോക്കുമായി ചെന്ന് ബാല വധഭീഷണി മുഴക്കിയത് വലിയ വിവാദമായ സംഭവമായിരുന്നു. അതിൽ ബാലയ്ക്കെതിരെ കേസെടുക്കുകയും ചെയ്തിരുന്നു. സിനിമാ താരങ്ങളെയും അവരുടെ കുടുംബങ്ങളെയും അശ്ലീല വാക്കുകൾ ഉപയോഗിച്ച് അവഹേളിക്കുന്നു എന്ന് പറഞ്ഞാണ് അന്ന് ബാല അയാളുടെ വീട്ടിൽ അതിക്രമിച്ചു കയറി ഭീഷണി മുഴക്കിയത്. അന്ന് ബാലയ്ക്കൊപ്പം ബാലയുടെ മുൻ ഭാര്യയായ എലിസബത്ത് ഉദയനും ഉണ്ടായിരുന്നു. എന്നാൽ തന്നെ തെറ്റിദ്ധരിപ്പിച്ചാണ് അന്ന് അവിടേക്ക് കൊണ്ടുപോയതെന്നും യഥാർത്ഥത്തിൽ അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് തനിക്ക് അറിവുണ്ടായിരുന്നില്ലെന്നുമാണ് എലിസബത്ത് പറയുന്നത്. ബാലയുമായുള്ള വിവാഹബന്ധം വേർപ്പെടുത്തിയ എലിസബത്ത് ബാലയിൽ നിന്ന് നേരെ വെളിപ്പെടുത്തലുകൾ നടത്തി വരികയാണ്. ഇപ്പോഴിതാ എലിസബത്തിനെ സന്ദർശിക്കാൻ ചെകുത്താൻ എന്നറിയപ്പെടുന്ന അജു അലക്സ് എത്തിയ വീഡിയോ ആണിപ്പോൾ വൈറലായിരിക്കുന്നത്. അതിന് പിന്നാലെയാണ് ബാലയുടെ പ്രതികരണം. ചെകുത്താൻ വീട്ടിൽ വന്നുവെന്നും താൻ കൂടി ഉൾപ്പെട്ട സംഭവത്തിൽ ചെകുത്താനോട് മാപ്പ് ചോദിച്ചുവെന്നും പറഞ്ഞുകൊണ്ട് എലിസബത്ത് യൂട്യൂബിൽ വീഡിയോ പങ്കുവച്ചിരുന്നു. അന്ന് ഐസ്ക്രീം വാങ്ങിത്തരാമെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചാണ് ബാല അജുവിനെ ആക്രമിക്കാൻ പോകുമ്പോൾ തന്നെ കൂടെ കൂട്ടിയതെന്നാണ് എലിസബത്ത് വീഡിയോയിൽ പറയുന്നത്. അജുവിനോട് മാപ്പ് പറയണമെന്നുണ്ടായിരുന്നെന്നും ഇപ്പോൾ ആ കുറ്റബോധം മാറിയെന്നും എലിസബത്ത് പറയുന്നു. ബാലയിൽ നിന്ന് താൻ നേരിട്ട ക്രൂരതകളും എലിസബത്ത് യൂട്യൂബിലൂടെ കുറച്ചു ദിവസങ്ങളായി പങ്കുവയ്ക്കുന്നുണ്ട്. സത്യങ്ങൾ വെളിപ്പെടുത്തുന്നതിൽ തന്റെ ജീവന് പോലും ഭീഷണിയുണ്ടെന്ന് എലിസബത്ത് കഴിഞ്ഞ ദിവസം വീഡിയോയിൽ പറഞ്ഞിരുന്നു. എലിസബത്തും ചെകുത്താനും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രതികരണങ്ങളുമായി രംഗത്തെത്തിയ ബാല തനിക്കെതിരെ പ്ലാൻഡ് അറ്റാക്കാണ് നടക്കുന്നതെന്നും 4-5 പേർ ഇതിലുണ്ടെന്നും ഇതിന്റെ എല്ലാം ഹെഡായി ഒരാളുണ്ടെന്നും പറയുന്നു. ആദ്യം അവർ നിയമപരമായി തന്റെ വാ അടച്ചെന്നും ഇപ്പോ അവർക്ക് എന്തും ചെയ്യാമെന്ന അവസ്ഥയിലാണെന്നും ബാല പറയുന്നു. തന്റെ പഴയ ഒരു വീഡിയോയും ബാല പങ്കുവെക്കുന്നുണ്ട്. തനിക്ക് 250 കോടി സ്വത്തുണ്ടെന്ന വിവരം പുറത്തു വന്നതിന് ശേഷമാണ് തനിക്കെതിരെയുള്ള ആക്രമണങ്ങൾ ആരംഭിക്കുന്നതെന്നും തന്റെ മനസമാധാനം ഇല്ലാതാകുന്നതെന്നും ബാല തന്റെ പഴയ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. സൂര്യനായകനായ കങ്കുവ പ്രൊഡ്യൂസ് ചെയ്ത സിരുദൈ ശിവ ബാലയുടെ ചേട്ടനാണ്.